മാനസമൈനാ വെപ്രാളം കാണിക്കാത്തടാ, എല്ലാവർക്കും തരാം. തെണ്ടികളാണെങ്കിലും അകത്തിരിക്കുന്നവരെക്കാൾ ഡീസന്റ് ആയിരിക്കണം നമ്മള്. മഞ്ജു, അതിലെന്തെങ്കിലും ഉണ്ടോ നോക്കൂ. ചില തെണ്ടികൾ തൂത്തു വാരി തിന്നും. ഇങ്ങ് വാ. നീ ഏതാന്ന്? അയ്യേ, കരയല്ലേ. നമ്മൾ പാവങ്ങൾ കരഞ്ഞ ഇവിടെ ആര് കാണാനാ? വാ, ഉള്ള ദൂഷ്യം കഴിക്കാം. എടുത്തോ. മൈനെ അന്വേഷിച്ച് അർജുനൻ നാട് മുഴുവൻ നടക്കുന്നുണ്ട്. ഇങ്ങനൊരു സ്ഥലത്താണെന്ന് അറിഞ്ഞിട്ടില്ല. എന്നാലും ഞാൻ തന്നെയാണ് മൈനെ ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് അവനറിയാം. കറങ്ങി തിരിഞ്ഞ് ഇവിടെയൊക്കെ എത്തിയാലും മൈനെ പുറത്തേക്കൊന്നും ഇറങ്ങാതിരുന്നാൽ മതി. ഇവിടെ എങ്ങും ആരും വരില്ല സാറേ. ഇക്കാലത്തിനിടയ്ക്ക് ആകെ വന്നത് ആ പയ്യനാ. ഗ്യാസ് സ്റ്റൗ നന്നാക്കാൻ വന്നില്ലേ? എന്താ മോളെ അവന്റെ പേര്? ഞാൻ ചോദിച്ചില്ല. ഞാനും ചോദിച്ചില്ല. ആരാ വന്നത്? ഞാൻ ആശുപത്രി വെച്ചൊരു പയ്യനെ കണ്ടു എന്ന് പറഞ്ഞല്ലോ. അത്ഭുതം അതല്ല, അവൻ തന്നെ ഗ്യാസ് സ്റ്റൗ നന്നാക്കാനും വന്നു. വന്നത് ആരാണെന്ന് മൈനക്കറിയില്ലേ? ലോനപ്പനില്ലായിരുന്നു ഇവിടെ. അയാള് പുറത്തിറങ്ങിയപ്പോഴാ വന്നത്. അവനൊരു പാവം പയ്യനാ സാറേ, കുഴപ്പക്കാരനൊന്നുമല്ല. ആണ്, അവനാണ് എല്ലാ കുഴപ്പത്തിനും കാരണം. ഇനി വന്നാൽ ഇവിടെ കയറ്റരുത്. ആ, സാറിന് ഇഷ്ടമില്ലാത്ത ആരും ഇവിടെ കേട്ടില്ല. അമ്മണിയമ്മയല്ല, മൈനെ എനിക്ക് ഉറപ്പ് തരേണ്ടത്. ഞാൻ ഇവിടെ വന്നത് പറഞ്ഞിട്ടാണെങ്കിലും അല്ലെങ്കിലും അവൻ ഇവിടെ വരുന്നത് ആപത്താണ്. അത് എന്നേക്കാൾ കൂടുതൽ അറിയാവുന്നത് മൈനയ്ക്കാണ്. നിന്റെ ജീവിതം പോലെ തന്നെയാണ് എനിക്ക് മാനസയുടെ ജീവിതവും. രണ്ടും നശിച്ചു പോകരുത്. എന്താ സാറേ, എനിക്കൊന്നും മനസ്സിലായില്ല. അവൻ ഇവിടെ വരാൻ പാടില്ലാത്തവനാണ് അമ്മണിയമ്മേ. തൽക്കാലം അത്ര അറിഞ്ഞാൽ മതി. ആ അമ്മണിയമ്മ, എനിക്കൊരു ചായ എടുത്തേ. നിക്കേ, സിദ്ധാർത്ഥൻ എന്തിനാ ഇവിടെ വന്നത്? പഴയതുപോലെ ഇപ്പോഴും നിങ്ങൾ തമ്മിലുള്ള ബന്ധം തുടരുന്നുണ്ടോ? ഇല്ല, ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ല ഏട്ടാ, സത്യം. പിന്നെ എന്തിനാ അവനിവിടെ വന്നത്? എന്നെ ഫോളോ ചെയ്ത് കണ്ടുപിടിച്ചത് അവൻ ഈ വീട്. അത്രയ്ക്ക് താല്പര്യം എന്താ ഇപ്പോഴും അവന് നിന്നോട്? എനിക്കറിയില്ല ഏട്ടാ, ഞാൻ സേഫ് ആയ ഒരു സ്ഥലത്താണോ എന്ന് അറിയാൻ വേണ്ടി മാത്രം വന്നതാണെന്നാ പറഞ്ഞേ. ഇനി ഇത്തരം കൂടിക്കാഴ്ചകൾ ഉണ്ടാവരുത്. അത് നീയാണ് അവനോട് പറയേണ്ടത്. ഞാൻ പറഞ്ഞ എന്റെ സ്വരം മാറും, രീതി മാറും. അത് വേണോ? ഞാൻ പറഞ്ഞു ഏട്ടാ, ഇനി തമ്മിൽ കാണരുതെന്ന് ഞാൻ പറഞ്ഞു. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് മാത്രം എനിക്കറിയില്ല. എന്റെ സ്വസ്ഥത നശിപ്പിക്കരുത്. അത്രയെങ്കിലും ഉപകാരം ചെയ്യണം. ഇല്ല ഏട്ടാ, ഞാനായിട്ട് ഏട്ടനെ ബുദ്ധിമുട്ടിക്കില്ല. സിദ്ധുവേട്ടനെ എന്നെ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞു. ഇനി വന്നാ കാണാൻ കൂട്ടാക്കാതെ ഇറക്കി വിട്ടോളാം ഞാൻ. ഇന്ന് കളക്ഷൻ മോശമായിരുന്നു അല്ലേ അഞ്ജു? നിന്നെ കണ്ട ആരും പിച്ച തരില്ല. പിച്ചക്കാരി പിച്ചക്കാരെ പോലെ നടക്കണം. മമ്മൂട്ടി ആവാൻ നോക്കരുത്. ഊണും ഉറക്കവും പിന്നെ കിട്ടണ ആശിന് സിനിമ ആണല്ലോ. പിന്നെ എങ്ങനെ നന്നാവും? തെണ്ടിപ്പറക്കി വല്ലതും ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. മഞ്ജു നോക്കിക്കോ, ഞാൻ ഈ ടൗണിൽ 1 സെന്റ് സ്ഥലം വാങ്ങിക്കും. എന്നിട്ട് അതിൽ 2 മുറികളെ വീടും വെക്കും. കിടക്കാൻ ഫാനും വാങ്ങിക്കും. വല്ല നടക്കണ കാര്യം പറ.
ഈ പെങ്കൊച്ചിന്ന് ഉച്ച മുതൽ നമ്മൾ പറയുക നടക്കുന്ന എന്ത് വെച്ചിട്ടൊന്നും പറയുന്നില്ല. മോളെ ഏതാ? ഏതാടി നീ? എടി പൊടിന്നൊന്നും വിളിക്കണ്ട, അതൊരു പാവം കുട്ടിയാ. ഇതിനെന്നും കൂടെ കൂട്ടല്. അവസാനം ആരെങ്കിലും അന്വേഷിച്ചു വന്നാലേ നമ്മള് പിച്ചക്കാര് പിടിച്ചോണ്ട് പോയെന്ന് പറയും. പോലീസിന്റെ ഇടികൊള്ളാനൊന്നും എനിക്ക് വയ്യ. ഓടി പോടി. ഇതെന്തിനാ ഈ കൊച്ചിനെ പേടിപ്പിക്കുന്നത്? ഇത് നിങ്ങളുടെ കുഞ്ഞല്ലേ? അല്ല, ഇന്ന് കൂടെ കൂടിയതാ. ഓടിച്ച് വിട്ടിട്ടും പോകുന്നില്ല. നല്ലൊരു മോള്. ഇതെവിടുന്നാ? കരയണ്ട, എൻ്റെ കൂടെ വാ. നിന്റെ തള്ള ഇവിടെ ഉണ്ടോ അതോ എന്നെ പേടിച്ച് കെട്ടിപ്പറക്കി പോയോടാ? അമ്മയ്ക്ക് ദേവന്തമ്പുരാനെ പോലും പേടിയില്ല, പിന്നില്ല അച്ഛനെ. എന്റെ കൺമുൻപി കണ്ട കരണക്കുറ്റി കെട്ട് കൊടുക്കും ഞാൻ 2 ഇറക്കി വിട്ടോ? എന്റെ കുഞ്ഞ് എവിടെയാണെന്ന് പറഞ്ഞപ്പോഴാണോ ഇറക്കി വിട്ടത്? പൊന്നുമോളെ, നീ എന്നെ വിശ്വസിക്കണം. ആ ഒരുമ്പട്ടോളുടെ വാക്ക് കേട്ട് നീ ഇങ്ങനെ പറയരുത്. ഞാനും ഇവളും നിരപരാധികളാണെന്ന് പോലീസിന് മനസ്സിലായി. അതുകൊണ്ടാണ് ഞങ്ങൾ ഇറക്കി വിട്ടത്. നേരെ അംബികെ, ഞങ്ങളെ വെറുതെ സംശയിച്ചതാ. വേറെ ആരും ആണ് കുട്ടിയെ കൊണ്ടുപോയത്. സംശയം ഉണ്ടെങ്കിൽ വേണുവിനോട് ചോദിച്ചു നോക്കിയേ. ഇവരെല്ലാം ബികെ, നമുക്ക് പരിചയമില്ലാത്ത മറ്റാരുടെ കയ്യിലാണ് കുട്ടി. അപ്പോ എന്റെ കുട്ടി എനിക്ക് നഷ്ടപ്പെട്ടു അല്ലേ? ഇനി ഒരിക്കലും എന്റെ മോളെ എനിക്ക് തിരിച്ചു കിട്ടില്ല അല്ലേ? പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മോളെ തിരിച്ചു കിട്ടേണ്ടത് ഇപ്പൊ എന്റെ ആവശ്യമാണ്. കിട്ടിയിട്ട് വേണം എനിക്ക് സാവിത്രി ഒന്ന് കാണാൻ. എന്നെ പോലീസിൽ പിടിപ്പിച്ചതിന് ഞാൻ അവളെ കൊണ്ട് എണ്ണി കണക്ക് പറയിപ്പിക്കും. നടക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ വെച്ചാ എന്താ നടക്കാത്തത്? നീ കണ്ടോ, ഇനിയാ അവളെന്റെ ശരിയായ മുഖം കാണാൻ പോകുന്നത്. വേണുഗോപൻ തന്ന ഇൻഫർമേഷൻ സത്യമായിരുന്നു സർ. പക്ഷേ പോലീസിന് വിവരം കിട്ടിയത് ഈ സ്വാമിനാഥൻ നേരത്തെ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ രക്ഷപ്പെടില്ലായിരുന്നു. അയാളുടെ സെൽഫോൺ നമ്പർ അല്ലാതെ മറ്റൊന്നും തെളിവായി നമുക്ക് കിട്ടിയിട്ടില്ലല്ലേ? ഇല്ല സർ. എന്തായാലും കുട്ടി അയാൾ ഇവിടുന്ന് കടത്തിയിട്ടില്ല. അയാൾക്കൊപ്പം അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിരുന്നില്ല. അപ്പോ കുട്ടി ഇവിടെ തന്നെ ആരുടെയോ കസ്റ്റഡിയിലുണ്ട്. എനിക്ക് തോന്നുന്നത് കുട്ടി ഈ നഗരത്തിൽ തന്നെ ഉണ്ടെന്നാണ്. റൂറൽ ഏരിയകളിൽ നമ്മൾ പോയി നോക്കിയിട്ടില്ല. പോകാൻ പോലീസുകാർക്ക് ഭയമാണ് സർ. എല്ലാം സെൻസിറ്റീവ് ഏരിയകളാണ്. ആ ഏരിയകളുടെ ഒരു ലിസ്റ്റ് എടുക്കുക. അവിടെയൊക്കെ നമുക്ക് സ്പൈ വർക്കിന് ആളുകളുണ്ട്. ഒന്ന് ശ്രമിക്കേ സർ. അയ്യോ, കള്ളം കേറിയേ, കള്ളം കേറിയേ, അയ്യോ കള്ളം കേറിയേ, അയ്യോ അയ്യോ, ഇവിടുത്തെ എല്ലാം എടുത്തോണ്ട് പോയിരിക്കുന്നേ. കള്ളം കേറി വീട്ടില്. അയ്യോ, കള്ളം കേറി. അയ്യോ, ഓടിവായോ, ഈ വീട്ടിൽ കള്ളം കേറിയെന്ന്. ഒന്നും കാണാനില്ല ഇവിടെ. കള്ളം കേറിയെന്ന് ഇവിടെ ഒന്നും കാണാനില്ലെന്നേ. അയ്യോ, എന്താ അങ്കിളെ? എല്ലാം പോയടി മോളെ. കള്ളം കയറി അങ്ങളുടെ സകലതും കൊണ്ടുപോയി. നോക്കിക്കേ, മുദ്രപത്രവും ആധാരവും പ്രോമിസറി നോട്ടും ചെക്കും എല്ലാം പോയി, എല്ലാം പോയി. കണ്ടോ? ഞാൻ ഇനി പണയത്തിന് കാശ് വാങ്ങിച്ചവരോടൊക്കെ എന്ത് സമാധാനം പറയും? അയ്യോ, ഇത് നോക്കിയേ, ഇത് സ്റ്റാമ്പ് പേപ്പർ അല്ലേ? അയ്യോ, ഇതൊന്നും അല്ല, അല്ല, ഇതൊന്നും അല്ല. എന്റെ എല്ലാം പോയേ. അയ്യോ, എന്താ? അയ്യോ, എടാ മോനെ, അച്ഛന്റെ മുറി കള്ളം കയറിയടാ. കേറിയത് കള്ളനൊന്നുമല്ല, അമ്മയെ കയറിയത്. എന്തിനാ? അവളാണ് ഇതെല്ലാം എടുത്തോണ്ട് പോയത്. കൊണ്ടുപോയത് നാട്ടുകാരച്ഛാ. അച്ഛൻ പലിശയ്ക്ക് കൊടുത്തവർക്കെല്ലാം ആധാരവും മുദ്രപത്രവും അമ്മ തിരിച്ചു കൊടുത്തു. എന്താ? അച്ഛൻ ആധാരവും മുദ്രപത്രവും ചെക്കും ഒക്കെ വാങ്ങിച്ചിട്ടേ അന്യായ പലിശയ്ക്ക് പലർക്കും പണം കടം കൊടുത്തിരുന്നില്ലേ?
അവരെല്ലാം വിളിച്ചു വരുത്തി അമ്മ ഡോക്യുമെന്റ്സ് എല്ലാം തിരിച്ചു കൊടുത്തു. അപ്പൊ എന്റെ കാശോ? ആ അത് പോയി. പിന്നെ എന്തെങ്കിലും കിട്ടിയാ കിട്ടി. എന്റെ ഈശ്വരാ. അയ്യോ. നീ കുറച്ച് വെള്ളം എടുത്തേ. അയ്യോ. അച്ഛാ 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 അങ്കിളെ അച്ഛാ, ബോധം പോയായിരുന്നോ അതോ അറ്റാക്കായിരുന്നോ? രണ്ടും കൂടിയാടാ. അയ്യോ എന്റെ കാശ് എവിടാടാ നിന്റെ തള്ള? ഇന്നവളെ കൊല്ലും, കൊന്നിട്ട് ബാക്കിയുള്ളൂ. അച്ഛാ അഹങ്കാരി, എടി അഹങ്കാരി, ഞാൻ വാങ്ങിച്ചു വെച്ച ഡോക്യുമെന്റ് ഒക്കെ നീ എന്ത് ചെയ്തടി? ഇങ്ങനെ അലർന്ന എന്തിനാ? സാവകാശം ചോദിച്ചാ പോരെ? ഞാൻ എന്നോട് കടം വാങ്ങിച്ച കുറെ ആധാരവും മറ്റു രേഖകളും ഒക്കെ അലമാരി സൂക്ഷിച്ചു വെച്ചിരുന്നു. ഭവതി അത് എന്ത് ചെയ്തോ ആവോ? ഒക്കെ അത്താഴ പ്രശ്നിക്കാര് പാവങ്ങളുടെ അല്ലായിരുന്നോ? മുതലും കൂടുതൽ പലിശയും തന്നവരുടെ ആധാരമൊക്കെ ഞാൻ അങ്ങ് തിരിച്ചു കൊടുത്തു. അഹങ്കാരി, അഹങ്കാരി. കാണിച്ചത് അഹങ്കാരം തന്നെയാ. അതിനൊരടി എനിക്ക് കിട്ടേണ്ടതാ. ഞാനത് പ്രതീക്ഷിച്ചിരുന്നു. എനിക്ക് ഒരു വിഷമവും ഇല്ല. കാരണം ഞാൻ കാണിച്ച ഈ അഹങ്കാരത്തിന് പിന്നിൽ ഈശ്വരന്റെ കാരുണ്യമുണ്ട്. കുറെ ഉണ്ടാക്കിയിട്ടില്ലേ അരവിന്ദേട്ടാ? ഇനി വേണ്ട, ആ പാവങ്ങൾ ജീവിച്ചോട്ടെ. പാവങ്ങളോ? തെണ്ടികള്. എന്റെ കാശ് തന്നില്ല, കൊല്ലും ഞാൻ എല്ലാത്തിനെയും. അതിനു മുമ്പ് മര്യാദക്ക് നീ കൊടുത്ത ആധാരങ്ങളെല്ലാം തിരിച്ചു വാങ്ങി തന്നോണം. ഇല്ലെങ്കിൽ നീ ആയിരിക്കും ആദ്യം എന്റെ കൈ കൊണ്ട് മരിക്കുക. കൊല്ലാൻ ഇപ്പൊ ആർക്കാ സാധിക്കാത്തത്? ഉറങ്ങിക്കിടക്കുമ്പോ ചുമ്മാ ഒരു കൊച്ചുപിച്ചാത്തി എടുത്തു കഴുത്തിനൊരു വലി വലിച്ചാ പോരെ? പിന്നെ നിങ്ങൾക്ക് കൊല്ലാൻ വേണ്ടി നിന്ന് തരികയല്ലേ ഞാൻ? കൊല്ലും. എന്റെ കാശെങ്ങാനും തിരിച്ചു കിട്ടാതെ വന്നാ ഉറപ്പായിട്ട് കൊല്ലും നിന്നെ. ഏത് കാശ്? പലിശയും പലിശയുടെ പലിശയായിട്ട് കൊടുത്ത കാശിന്റെ 3-4 ഇരട്ടി വാങ്ങിച്ചു കഴിഞ്ഞ നിങ്ങൾക്ക് ഇനി ആ പാവങ്ങൾ എന്താ തരാനുള്ളത്? അത്യാവശ്യക്കാർ വന്ന് കരയുമ്പോഴാടി ഞാൻ കാശ് എണ്ണി കൊടുക്കുന്നത്. പ്രസവത്തിനും പുലകുഴിക്കും പെണ്ണുകെട്ടിനും ഉൾപ്പെടെ 16 അടിയന്തരത്തിന് വരെ പുളിങ്കുരു പോലെ കാശെണ്ണി കൊടുത്തിട്ടാണ് ഞാൻ അവരെ സഹായിക്കുന്നത്. അതാ തെണ്ടികൾ എന്താ മനസ്സിലാക്കാത്തെ? ആരാ അരവിന്ദേട്ട തെണ്ടികള്? 3 നേരം നിറച്ചുണ്ണാൻ കഴിയാത്തവര് തെണ്ടികളാണെങ്കിൽ 10-25 വർഷം മുമ്പ് അത്തരം ഒരു തികഞ്ഞ തെണ്ടിയായിരുന്നു അരവിന്ദേട്ട. ഇനി തുടരുതന്നെ. ഒരു തവണ തല്ലിയത് ഞാനങ്ങ് കൊണ്ടു. ഇനി അത് ആവർത്തിച്ചാ നീ എന്ത് ചെയ്യൂടി? തിരിച്ചു തല്ലില്ല, അത് എന്റെ മര്യാദ. പക്ഷെ ചില കണക്കുകൾ ഞാൻ ചോദിക്കും. കല്യാണം കഴിഞ്ഞ കാലത്ത് കാലണയ്ക്ക് വകയില്ലാതെ കച്ചവടം പൊട്ടി വീട്ടിൽ കയറിയിരുന്ന അരവിന്ദേട്ടന് കടം കൊടുത്തവര് വന്ന് കഴുത്തിന് പിടിക്കുമെന്ന് ഉറപ്പായപ്പോ കെട്ടുതാലി വരെ ഊരി തന്നതിന്റെ കണക്ക് ചോദിക്കും ഞാൻ. ഞാനും എന്റെ വീട്ടുകാരും ഇല്ലായിരുന്നെങ്കിൽ തെണ്ടി കുത്തുവാള എടുത്തേനെ അരവിന്ദേട്ടൻ. അന്നു മുതലുള്ള കണക്ക് പറഞ്ഞ് ആ പണത്തിന്റെ പലിശയും പലിശയുടെ പലിശയും കൂട്ടി പറയണോ ഞാൻ? 10 പറക്കണ്ടം പറഞ്ഞ കാശിന് വിറ്റ് എന്റെ അച്ഛൻ കടം തീർത്ത കണക്ക് പറയണോ ഞാൻ? വലിയടത്ത് മേനോന്റെ അറപ്പുരയിൽ ഒളിച്ചു കയറി ഇരുന്ന് ഓർമ്മകളൊന്നും അത്ര പെട്ടെന്ന് മരിക്കരുത്. ഇന്ന് ഞാൻ ആധാരം തിരിച്ചു കൊടുത്ത വേലായുധന്റെ കുടിലിൽ ഒരു രാത്രി നമ്മൾ കിടന്നിട്ടുണ്ട്. അത് ഓർമ്മയുണ്ടോ അരവിന്ദേട്ടാ? കടം തന്നവർ തല്ലാൻ വരുമെന്ന് പേടിച്ച് രാത്രി വീട് വിട്ടിറങ്ങിയപ്പോ അഭയം തന്നത് ആ വേലായുധന്റെ അച്ഛനാ. അന്ന് അവിടുന്ന് കഴിച്ച കഞ്ഞിയും പുഴുക്കുമെങ്കിലും ഉണ്ടാകണം ഓർമ്മയില്. അതല്ലെങ്കിലേ ഗതി പിടിക്കില്ല, നശിക്കും. സ്കൂളിൽ പോകുന്നതും വരുന്നതും വളരെ ശ്രദ്ധിക്കണം. സ്കൂളിൽ ചെന്ന് ബസ് ഇറങ്ങിയാൽ ഒറ്റയ്ക്ക് എങ്ങോട്ട് മാറരുത്. എല്ലാവരും ഒരുമിച്ചേ നടക്കാവൂ. തിരിച്ചു വരുമ്പോഴും അങ്ങനെ തന്നെ. ടീച്ചറോ ആയമാരോ കൂടെ ഉണ്ടെങ്കിൽ അവരോടൊപ്പമേ നടക്കാവൂ. പരിചയമില്ലാത്ത ആര് വിളിച്ചാലും അടുത്തെങ്ങും പോകരുത്. എന്ത് തന്നാലും വാങ്ങിച്ചു കഴിക്കരുത്. ഇന്റർവെൽ ടൈമിൽ നിന്ന് സ്കൂൾ കോമ്പൗണ്ട് വിട്ട് പുറത്തേക്കൊന്നും പോകരുത്. അച്ഛന്റെ അമ്മയുടെയും ഫോൺ നമ്പർ മോൾക്കറിയാലോ? അറിയാം.
അച്ഛന്റെ ഓഫീസ് നമ്പർ അറിയാവോ? അതോ അറിയാം, ഞാൻ ഇന്നലെ വിളിച്ചിരുന്നല്ലോ അച്ഛാ. എന്തെങ്കിലും ആവശ്യം വന്നാ ആര് ചോദിച്ചാലും ഈ നമ്പറുകൾ പറഞ്ഞു കൊടുക്കണം. കുട്ടികളെ പിടിക്കുന്ന ആൾക്കാരുണ്ടല്ലേ അച്ഛാ? ആ, അങ്ങനത്തെ ആൾക്കാരെ ഒന്നും മോള് പേടിക്കണ്ട. നല്ല ധൈര്യം വേണം. ആര് ചോദിച്ചാലും അച്ഛൻ ആരാന്ന് പറയണം. സൂപ്രണ്ടന്റ് ഓഫ് പോലീസ്. അത്രയ്ക്കൊന്നും നീട്ടി പറയണ്ട. എന്റെ അച്ഛൻ പോലീസ് സൂപ്രണ്ടാണെന്ന് പറയണം. അമ്മ സിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടറാണെന്ന് പറയണം. പിന്നെ വേണമെങ്കിൽ അപ്പൂപ്പൻ കളപ്പുരയ്ക്കൽ കരുണാകരനാണ്, മുൻ MLA ആണെന്നൊക്കെ പറഞ്ഞോ. മോള് പോയി ടൈം ടേബിൾ നോക്കി ബുക്സ് എടുത്ത് വെച്ചേ. ഓ, എന്ത് കാര്യം പറയുമ്പോഴും എന്റെ അച്ഛനെ തരം തരത്തിലുള്ള ഈ സംസാരം ഉണ്ടല്ലോ, അതെനിക്ക് തീരെ പിടിക്കുന്നില്ല. നിനക്ക് എന്നെ പിടിക്കുന്നില്ല, പിന്നെ എന്റെ സംസാരം. ഹരിക്ക് എന്നെയല്ലേ ബോധിക്കാത്തത്? അതുകൊണ്ടല്ലേ എന്റെ അച്ഛനെ ഇങ്ങനെ കുറ്റം പറയുന്നത്? അല്ല ഗൗരി, സത്യത്തിൽ ഞാൻ കുറ്റം പറഞ്ഞല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. പോലീസിനെയും രാഷ്ട്രീയക്കാരെയും ഉള്ളിലൊരു ഭയം കാണും എല്ലാവർക്കും. കളപ്പുരയ്ക്കൽ കരുണാകരൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം അറിയപ്പെടുന്ന പേരാണ്. ഭരണപരമായ സ്വാധീനങ്ങളുണ്ട്. ആ പേര് ഉപയോഗിക്കുന്നതുകൊണ്ട് ഗുണമല്ലാതെ ദോഷമൊന്നും ഉണ്ടാവില്ല. മന്ത്രിസഭ അഴിച്ചുപണിയാ. അച്ഛനെ മുഖ്യമന്ത്രി ക്ഷണിച്ചിരുന്നു. ഓ, എനിക്കിത് കേൾക്കുമ്പോഴാ നിന്റെ അച്ഛന്റെ ഈ വീമ്പ് പറച്ചില് മാത്രം ഒന്ന് നിർത്താൻ പറയണം. ഇലക്ഷന് നിന്നിട്ട് 3ാം സ്ഥാനത്തായി പോയ ഒരാളെ മന്ത്രിസഭ പുനഃസംഘടനയ്ക്കൊന്നും വിളിക്കില്ല. അച്ഛൻ 3ാം സ്ഥാനത്തായി പോയെങ്കിലേ അത് ഞാൻ സഹിച്ചു. ഹരി വിഷമിക്കണ്ട. ഗൗരി, അച്ഛൻ MLA യോ MP യോ മിനിസ്റ്ററോ ഒക്കെ ആവട്ടെ, നമുക്കതൊന്നുമല്ല കാര്യം. നമ്മുടെ മോളാ നമുക്കെല്ലാം. അവളെ ശ്രദ്ധിക്കണം. അവളുടെ ഓരോ ചുവടും നമ്മൾ അറിഞ്ഞുകൊണ്ടായിരിക്കണം. യങ് ജനറേഷൻ അന്താളിപ്പോടെ ലോകം നോക്കി കാണുന്ന ഒരു കാലമാണ് വരുന്നത്. അവരുടെ തീരുമാനങ്ങൾ നമ്മുടെ തീരുമാനങ്ങളോട് യോജിക്കുന്നതായിരിക്കില്ല. അതുകൊണ്ട് സൂക്ഷിക്കണം. ചെറുപ്പത്തിലെ തന്നെ അവൾ അറിയാതെ അച്ചടക്കത്തിന്റെ ഒരു പാലം ഉണ്ടാവണം നമുക്കും അവൾക്കും ഇടയിൽ. ഇക്കാലത്ത് പണിയെടുക്കാനും കാശുണ്ടാക്കാനൊന്നും അല്ല ബുദ്ധിമുട്ട്. കാക്കയ്ക്കും പരുന്തിനും വിട്ടുകൊടുക്കാതെ ഒരു കുട്ടിയെ വളർത്തി വലുതാക്കാനാ. എന്തിനാ വാലടച്ചു കൂട്ടിയിട്ടത്? അങ്ങനെയല്ലേ പതിവ്. ആ പതിവുകളൊക്കെ ഇനിയും തെറ്റും. ഞാനും നീയും ഇനി ഒരു മുറി കിടക്കുന്നില്ല. മോനും ഭാര്യയും ഒരുമിച്ചൊരു മുറിയിലല്ല. ഇനി തന്റെ അങ്ങനെ തന്നെ തുടങ്ങുകയാണോ? നിന്നെ ഇപ്പൊ ഞാൻ എന്റെ ഭാര്യയായിട്ട് കരുതുന്നില്ല. അത്രയ്ക്ക് ദ്രോഹിച്ചു നീ എന്നെ. അതുകൊണ്ട് ഇനി ഒരു മുറിയിൽ ഒരുമിച്ച് വേണ്ട നമ്മള്. തീർച്ചയാക്കിയോ? ആക്കി. ഇനി മാറരുത്. മാറില്ല. എന്താ പോകുന്നില്ലേ? ഞാനല്ലല്ലോ പോകേണ്ടത്. പിന്നാരാ? ഞാനോ? പിന്നല്ലാതെ. ഇവിടെ കിടക്കാൻ താല്പര്യമില്ലാത്ത നിങ്ങൾക്കാണ്, എനിക്കല്ല. അപ്പൊ താല്പര്യമില്ലാത്തവര് പുറത്തു പോണം. എടീ, ഇത് എന്റെ വീടാ. എവിടെ കിടക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. എനിക്കിതെന്റെ ഭർത്താവിന്റെ വീടാണ്. ഭാര്യയുടെ അധികാരം വെച്ച് എവിടെ കിടക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. നീ എന്റെ ഭാര്യ അല്ല. എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു ഭർത്താവേ ഉള്ളൂ, അത് നിങ്ങളാണ്. എന്നെ ഇത്രയും ദ്രോഹിച്ചിട്ട് മതിയായില്ലേ നിനക്ക്? ഇതൊന്നും ദ്രോഹമല്ല അരവിന്ദേട്ടാ. ഇപ്പൊ നിങ്ങൾക്കത് മനസ്സിലാവില്ല. ഒരു വീഴ്ച പറ്റുന്ന കാലത്തെ മനുഷ്യൻ അതെല്ലാം തിരിച്ചറിയും. എന്നാ ഞാൻ വീഴാൻ കൂടെ നീ അങ്ങ് പ്രാർത്ഥിക്ക്. ഞാൻ പ്രാർത്ഥിക്കണ്ട. അരവിന്ദേട്ടൻ ദ്രോഹിച്ച ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ടാവും. ഈ പലിശപ്പണം വാങ്ങിക്കലൊക്കെ നിർത്തി അരവിന്ദേട്ടൻ ഒരു നല്ല മനുഷ്യനാവണം. അതാ എന്റെ ആഗ്രഹം. അതൊരു കാലത്തും നടക്കില്ല. നടക്കും. മനസ്സിരുത്തിയാൽ നടക്കും. കുറെ കാശ് വാങ്ങിച്ച് മേശയ്ക്കകത്ത് വെച്ചാലും പോകുമ്പോ നമ്മളിതൊന്നും കൊണ്ടുപോകുന്നില്ല. ജീവിച്ചിടത്തോളം കാലം നമ്മളിനി ജീവിക്കില്ല. മക്കളുടെ മക്കളായ നമുക്ക് ഇനി സ്വസ്ഥമായ ഒരു ജീവിതം വേണം. എനിക്ക് നിന്റെ വേദാന്തം കേൾക്കാൻ താല്പര്യമില്ല. എന്നോട് നീ ഇനി സംസാരിക്കണ്ട. എന്റെ മോളിപ്പോ എവിടെയായിരിക്കും? രാത്രിയിൽ പേടിച്ച് കരയുമല്ലോ ഈശ്വര എന്റെ കുഞ്ഞ്. അംബികെ,
കൊണ്ടുവരും. പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. അവർക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടാതിരിക്കില്ല. എനിക്കറിയില്ല, ആരെയും വിശ്വസിക്കേണ്ടെന്ന് എനിക്കറിയില്ല. വേണുവേട്ട, ഞാൻ കേസിന് കോടതിയിൽ ഒന്നും പോവില്ല. വേണുവേട്ട പെറ്റീഷൻ ഒപ്പിട്ട് തരാൻ വേണ്ട. എന്റെ മോളെ എനിക്ക് തിരിച്ചു തരാവോ? നിങ്ങളുടെ ഒന്നും കണ്ടെത്താത്ത ഏതെങ്കിലും ഒരിടത്തേക്ക് ഞാൻ എന്റെ മോളെ കൊണ്ട് പൊയ്ക്കോളാം. അമ്മയോ ഇപ്പോഴെന്നെ സംശയിക്കുന്നുണ്ടല്ലേ? എനിക്കറിയില്ല ആരെയും ഞാൻ വിശ്വസിക്കേണ്ടതെന്ന്. എനിക്ക് എന്റെ മോളെ കിട്ടിയാ മതി. എനിക്കറിയാം, ഈ വീട്ടിലുള്ളവരറിയാതെ എന്റെ മോളെ ആരും കൊണ്ടുപോവില്ല. അല്ലാതെ ഒരു ശത്രുക്കളും ഞങ്ങൾക്കില്ല. അങ്ങനെ ഉറപ്പിച്ച് പറയില്ല അമ്പികെ. ഒന്നും അറിയാതെ ആരെയും സംശയിക്കരുത്. ഞാൻ പിന്നെ എന്ത് ചെയ്യണം? എന്റെ കുഞ്ഞില്ലാതെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല. മരിക്കും. സകലരെയും ഞാൻ എന്റെ ശവം തീറ്റിക്കും.